അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷെഫ്സ് കോർണറിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ചക്കക്കുരു കൊണ്ടുള്ള ഒരു സ്നാക്കാണ്. നല്ല സ്പൈസി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ചക്കക്കുരു ഫിംഗേഴ്സ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചിക്കനും കൂടി ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് ചക്കക്കുരു ഒന്ന് 2 വിസിൽ വരുന്നത് വരെ കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. അതിന് ശേഷം മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതും കുരുമുളക് ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 4 സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചക്കക്കുരും ചിക്കനൊക്കെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു ആവശ്യമുള്ളത്ര എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേവിച്ച് ചിക്കൻ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ള ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ആ മസാലയിലൊന്ന് മിക്സാക്കി എടുക്കണം. ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് കൈകൊണ്ടും തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് ഓരോന്നായിട്ട് ഓരോ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം അത് റോൾ ചെയ്ത് ഫിംഗർ ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണിത്. ഇതുപോലെ ഓരോന്നായിട്ട് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് 2 മുട്ട ഉടച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് എഗ്ഗിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം അത് ഈ ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഇത് ഓരോന്നായിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറത്തൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് മൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ചക്കക്കുരു ആണെന്നല്ല മനസ്സിലാവില്ല. നല്ലൊരു ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.